ബോസ് മലയാളം സീസൺ 7 നിന്ന് ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നത്? സാറ്റർഡേ എവിക്ഷൻ ഉണ്ടാവോ അതോ ഒരു ട്രിപ്പിൾ എവിക്ഷൻ നടക്കുമോ? നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെഹിർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒരു പേര് കേൾക്കുന്നുണ്ട്, എവിക്റ്റ് ആണ്. ഒരു ട്രിപ്പിൾ എവിക്ഷനും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഉറപ്പില്ല, നിങ്ങൾ ഇപ്പൊ ഉറപ്പിക്കരുത്. കൺഫർമേഷൻ ഞാൻ പറയുന്നില്ല. ഇപ്പോ കൺഫർമേഷൻ നമുക്ക് ഒരു ഈവനിങ്ങോ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പറയാം. ഇപ്പൊ കേൾക്കുന്നത് റെന ഫാത്തിമ എവിക്റ്റ് ആകും എന്നാണ് കേൾക്കുന്നത്. ഉറപ്പില്ല കേട്ടോ, നിങ്ങൾ കൺഫേം ആക്കി വെക്കരുത്. കൺഫേം നമുക്ക് ഒരു ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഉറപ്പാകത്തുള്ളൂ. കേൾക്കുന്നത് റെന ഫാത്തിമയാണ്. പിന്നെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് നെവിനും ആര്യനുമാണ്. അപ്പോ ഈ 3 പേരില് ഒരാളാകാം, 2 പേരാകാം, പിന്നെ 3 പേരും ആവാം. ഈ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ 3 പേരും എവിക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഉറപ്പില്ല കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് മൈൻഡിൽ എടുത്ത് വെച്ചേക്കൂ. റെന ഫാത്തിമയും ആര്യനും നെവിനും ഈ 3 പേരിലായിരിക്കും എവിക്ഷൻ നടക്കുന്നത്. നമുക്ക് നോക്കാം ആരാണെന്ന്. നമുക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്കും കൺഫർമേഷൻ കിട്ടും. ഇപ്പൊ നിങ്ങൾ ആരും ഉറപ്പിക്കരുത് കേട്ടല്ലോ, ഉറപ്പിക്കരുത്. നെവിനും ആര്യനും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഒരു ഡബിൾ എവിക്ഷന്റെ സാധ്യതയാണെങ്കിൽ റെനയും നെവിനും ആകും. ഒരു ട്രിപ്പിൾ എവിക്ഷന്റെ സാധ്യതയാണെങ്കിൽ റെനയും നെവിനും ആര്യനും ആകാൻ സാധ്യതയുണ്ട്. അപ്പോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എവിക്ഷൻ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. നമുക്ക് നോക്കാം. കിട്ടിയിട്ട് കറക്റ്റ് അപ്ഡേറ്റ് എന്താണോ അപ്പൊ ഞാൻ കൺഫേംഡ് പറയാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അടുത്തൊരു വീഡിയോയും വിശേഷ കടിയും വരുന്നതാണ്. അതുവരെയും ബൈ.